ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട് ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വ്ളോഗ് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. പക്ഷേ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല. പിന്നെ അമ്മൂസിൻ്റെ ബർത്ത്ഡേക്കൊന്നും എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ടായി എൻ്റെ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ ഒരു വ്ളോഗ് ഇടട്ടെ. അപ്പോൾ ഇത്ര നേരം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വിൻഡോ സൈഡിൽ വന്നിരുന്നപ്പോഴേക്കും ഇപ്പോൾ സൂര്യൻ പോയി. സൂര്യന് ഇഷ്ടമല്ലെന്ന് ഞാൻ വീഡിയോ എടുക്കണം. ഓക്കെ, നാളെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ട്രിപ്പാണ് ഗൈസ്. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാർ. തരാ. ഓക്കെ, അപ്പം ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അവിടെ പോയാൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല. നോക്കാം. ഇപ്പം ജസ്റ്റ് ഒരു ഇതിന് ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി. അപ്പം നല്ല മുഖമൊക്കെ അല്ലെങ്കിൽ തന്നെ നല്ല ആണ് ഇരിക്കണേ. ഇപ്പോൾ ഉറങ്ങി എണീറ്റതും കൂടി ആയപ്പോൾ ഒരു 5 കിലോ കൂടിയിട്ടുണ്ട് മുഖം. നല്ല വീർത്ത്. അപ്പോൾ ഓക്കെ ഫൈൻ. എനിക്കാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് എൻ്റെ വോയിസൊക്കെ മാറിയിരിക്കുകയാണ്. ഇനി തിരിച്ച് അവിടെ പോകുമ്പോൾ പിന്നെയും പനി എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വ്ളോഗ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഈ മുടിയൊക്കെ കഴിച്ചിട്ട് ഇത്തിരി ഷോ കാണിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വൃത്തിയായിട്ട് മാറി കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ നല്ല ചൂടാണ് കേസ്, വേർത്തിട്ട് വയ്യ. ഓക്കെ, അപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം. രാവിലെ ഇവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങും. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ പോയി നമുക്ക് എൻജോയ് ചെയ്യാം ഗൈസ്. വ്ളോഗ് എടുക്കാൻ പറ്റുന്നത് എനിക്കറിയാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഞാനിപ്പോൾ എന്തിനാ ഇതിട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഫുള്ള് നിരന്നിരിക്കും. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് മുഴുവൻ ഇട്ട് ഫുള്ള് നിരന്നിരിക്കും. അപ്പോൾ അതെന്തിനാ വെറുതെ കണ്ട് വൃത്തികേടാണല്ലോ. അപ്പോൾ വെറുതെ എന്തിനാ കാണിക്കണമെന്ന് ചോദിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി നമുക്ക് നാളെ റെഡി ആയിട്ടും നാളെ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഞാൻ ചിലപ്പോഴും വ്ളോഗ് ഞാനിത് തന്നെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. ഓക്കെ ഫൈൻ, നമുക്ക് നാളെ കാണാം. ഗൈസ്, രാവിലെ 5 മണിയായി ഗൈസ്. ഞാൻ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. സാറ് വരും വിളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വണ്ടി പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. എൻ്റെ എത്തിക്കാരില്ല ഗൈസ്. പാട്ടായതുകൊണ്ട് ഒന്നും കേൾക്കണില്ല. ഞങ്ങളുടെ പ്രിയങ്കരനായ സാറ്, എല്ലാവരും സാറിന് ലൈക്ക് കൊടുക്കണം. ഹായ്, സാറിന് എന്തെങ്കിലും പാവല്ലേ, എന്തെങ്കിലും കൊടുക്കാം. ഇതാണ് നമ്മുടെ മാലയിട്ട കുഞ്ഞ്. അപ്പൊ ഞങ്ങളിപ്പോ നേരിമംഗലത്താണ്. ഭയങ്കര നേരെ ഇവിടെ നിൽക്കാൻ തുടങ്ങി. 1.25 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. പിന്നെ നമ്മുടെ കൂട്ടിന് കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. സീൻ ചെയ്യാൻ പറ്റില്ല. നമ്മളതിന് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. വലിയ മൈൻഡൊന്നുമില്ല. അപ്പം നമ്മൾ അടിമാലിയെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ലായിരുന്നു. ഇഷ്ടമായോ ബ്രേക്ക്ഫാസ്റ്റ്? ഇഷ്ടമായി നന്നായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ചായ കുടിക്കാൻ കയറിയേക്കാണ്.
ബൂസ്റ്റ് കോഫി അപ്പം എല്ലാവരും വാങ്ങിക്കാണ്. മാമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൂസ്റ്റും അവരൊക്കെ കോഫിയാണ് ഗൈസ് കുടിക്കുന്നത്. നമുക്ക് പിന്നെ ബൂസ്റ്റ് ആയതുകൊണ്ട് വേറെ നാട്ടിൽ കേട്ടോ പറയുന്നത്. ഞങ്ങള് ഫുള്ള് വേർത്ത്. ഫൈനലി നമ്മള് മൂന്നാറെത്തി. ഇനി നമ്മള് നേരെ ടോപ്പ് സ്റ്റേഷൻ ആണ് പോകുന്നത് ഗൈസ്. അപ്പൊ നമ്മള് മൂന്നാറിൽ നിന്ന് നമ്മളിപ്പോ വണ്ടി കയറി ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. മൂന്നാർ റിപ്പിൾ ടീയുടെ അവിടെ എത്തി ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ എക്കോ പോയിന്റ് കണ്ട് ഫുഡ് കഴിക്കും. അതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കും. ചിലപ്പോ ഞങ്ങൾ വട്ടവട പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കുമ്പോ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങള് വിശന്നിട്ട് ഞങ്ങള് ലേസ് കഴിക്കണം ഗൈസ്. വേറെ ഒന്നും കഴിക്കില്ല. എല്ലാരും ടയർഡായ. കുറേ നേരം 1 മണിക്കൂറിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിയേക്കാണ് ഗൈസ്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നല്ല മഞ്ഞ്. അങ്ങനെ കൊറേ നേരം വണ്ടി ഇരുന്നിട്ട് സമയത്ത് 4:50 ആയപ്പോ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വരെയാണ് ഗൈസ്. എല്ലാരും അതെ ഗൈസ്, വൈകിട്ട് ചായ ചോറല്ല വിശന്നിട്ട് വരെ ഗൈസ് മടുത്തു. നമ്മള് ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. ഞങ്ങള് മാട്ടുപ്പെട്ടിയിലാണ് ഗൈസ്. കാണിച്ചുതരാം. ഇത്രയും ക്യൂ നിന്നിട്ട് വേണം നമ്മൾ പോവാൻ. ഇതൊക്കെ വേറെ സ്കൂളിൽ നിന്ന് വന്നേക്കുന്ന പിള്ളേർ. ഇതേ ഒരു BTS ഫാനെ ഞാൻ കണ്ടുപിടിച്ചു. മാട്ടുപ്പെട്ടി എത്തിയിട്ട് ഐസ്ക്രീം കഴിക്കണം. ആരും ഒഴിച്ചു മാറ്റി. എന്റെ പകുതി ഐസ്ക്രീമിന്റെ ഇതാരോ അടിച്ചു മാറ്റി ഗൈസ്. ഏത് കള്ളനാണോ ഏത് കള്ളിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഫൈൻ. ഞാൻ ഇത്രയും വർഷം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമുക്കൊന്ന് കാണാം. കേക്കണില്ല. എന്തോ കേക്കണില്ല. ഇതെന്തൂരാ ടെക്നിക്ക് പിടിയിട്ട് എന്റെ അല്ല. അപ്പൊ നമ്മളൊരു മല കയറി ഒരു റിസോർട്ടിന്റെ അവിടെ എത്തി. കുറേ നേരം എടുത്തു വെള്ളം. ഹേ ഗൈസ്, അപ്പൊ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞു, സെറ്റായി. അപ്പം നാളത്തേക്ക് ഞാനൊരു ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചു. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചേക്കണമെന്നൊക്കെ. ഓക്കെ,
ഇപ്പം എല്ലാം സെറ്റാണ്. നമുക്കപ്പോൾ രാവിലെ എനിക്ക് റെഡിയായി പോയാൽ മാത്രം മതി. അവിടെ ഫുഡൊക്കെ റെഡിയാക്കി തോന്നുന്നു. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ പൊറോട്ട, ചോറ്, നെയ്ച്ചോറ്, പിന്നെ കുറച്ച് ഗോബി മഞ്ചൂരിയൻ ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി എടുത്തിട്ട് നമുക്കപ്പോൾ ഇത് കഴിക്കാം. ഗൈസ്, അപ്പൊ നമ്മള് ഹലോ ഗൈസ് എന്തിനാ പറയുന്നേ? ഓക്കെ, നമ്മളപ്പോ റെഡിയായി. സമയം 7:30ആയി. റെഡിയായി. പുറത്ത് അത്യാവശ്യം ഇത്ര നേരം ഭയങ്കര മഞ്ഞായിരുന്നു. ഇന്ന് നല്ല ഞാനിപ്പോ കാണിച്ചു തരാം പുറത്ത്. അയ്യോ, ഡോറ് തുറന്നിരിക്കണം. ഇപ്പൊ പേടിച്ചു. നല്ല മഞ്ഞ്. ഓ, അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ. അതെ. അപ്പൊ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ഡ്രസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയും. ഉണ്ടായിരിക്കും. മഴ ഇല്ലെങ്കിൽ പോവായിരിക്കും. എന്തായാലും പോവായിരിക്കും, അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ മറ്റേ ജീപ്പ് ട്രക്കിങ്ങിന് പോവാണ്. ഹായ് ഗൈസ്. പേരെന്തായിരുന്നു? അബ്ബാനെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കമ്പനിക്കാരാണ് ഗൈസ്. നല്ല വൈബാണ്. നമുക്ക് ഡാൻസ് ഞങ്ങൾ മടുത്തിരുന്നപ്പോൾ ഒരു ഒട്ടും മടുക്കാണ്ട് ഭയങ്കര എനർജി, ഫുൾ പവറിലുള്ള ഒരാളാണ് അല്ലേ? എല്ലാവരും ഇറങ്ങി നമുക്കപ്പോൾ പോവാം. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? നല്ല ഉഷാറായിരുന്നു. തണുപ്പ് രാവിലെ തന്നെ നല്ല തണുപ്പ്. ഒരു 6 മണിക്ക് എണീച്ച് കോട കണ്ട് പിന്നെ താഴെ മുകളിലോട്ട് ട്രക്ക് ചെയ്യാൻ പോയി. വെറുതെ അങ്ങ് പറയുവാണ്. ഞങ്ങള് രാവിലെ തന്നെ എണീച്ച് നല്ല ഉറക്കമൊക്കെ നല്ല സെറ്റായിരുന്നു. നല്ല റിസോർട്ടാണ്. നല്ല വർക്കിംഗ്. അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ട്, സാന്റർ പാലസ് റിസോർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പോവാണ് ട്രക്കിങ്ങിന്. This is our breakfast. Guys, ഫുഡ് എങ്ങനെയുണ്ട്? മുട്ട കിട്ടിയില്ലേ? വാങ്ങിച്ചോ? ഓ നൈസ്. നല്ല വ്യൂ ആണ് കഴിച്ചത്. നമ്മളിപ്പോ ട്രക്കിങ്ങിന് വന്നു. ജീപ്പൊക്കെ നിർത്തിയിട്ട് അടിപൊളിയായിരുന്നു. നമ്മുടെ ചേട്ടൻ സൂപ്പറായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു തന്നു. നല്ല വ്യൂ ആണ് കഴിച്ചത്.
ഇവിടെ. ഓ മൈ ഗോഡ്, ആ സൈഡ് അതിനേക്കാൾ നല്ല വ്യൂ. നമുക്ക് നോക്കാം. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. ശരിയാവേ. അയ്യോ, ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ ഈ സൈഡിലത്തെ വ്യൂ. അടിപൊളിയായിട്ടില്ലേ, നല്ല രസമുണ്ട്. എല്ലാരും ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. നമ്മളിവിടെ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. മഴ. വാവ് ഗായ്സ്, അടിപൊളിയാണ്. ഇപ്പൊ ഇത്ര നേരം ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല കാരണം ഈ മഞ്ഞ്. ഓക്കെ, എവിടെ? വേണ്ട 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 വേണ്ട. ഇതാണ് കേസ് നമുക്ക് വേണ്ടി വണ്ടി. ഇതൊക്കെ ചന്ദനമരമാണ്. ഈ നമ്മുടെ വൈറ്റ് കളർ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, അതെ അതൊക്കെ ചന്ദനമരമാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴറിയാം സത്യമായിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ട് മറിയൂർ, പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നെ എന്ന് തോന്നുന്നു. കുറെ വർഷങ്ങളായി. അപ്പൊ നമ്മളിനി അടുത്തത് എങ്ങോട്ടേക്ക് പോണെന്നറിയില്ല. അപ്പൊ നമ്മൾ പോയിട്ടിരിക്കുക. ഇത്ര നേരം നമ്മുടെ വണ്ടിയായിരുന്നു മുമ്പില്, സെക്കൻഡ്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വണ്ടി. അപ്പൊ നമ്മള് സാൻഡൽ ഫോറസ്റ്റിന്റെ അവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു കുറച്ചു നേരം ഫോട്ടോ എടുക്കാനൊക്കെ ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഇനി ഇതും കൂടെ പറയല്ലേ. നല്ല രസമില്ലേ ഗൈസ്, നല്ല ഭംഗിയാണല്ലേ. ആ മലയുടെ പൊക്കത്തൊക്കെ ആൾക്കാരുണ്ട്. കമലതളം. വണ്ടിയിൽ വെച്ച് കണ്ട വാട്ടർഫോൾസ് കാണാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ. അയ്യോ, സൂപ്പർ ആയിരിക്കും. വണ്ടി വന്നപ്പോ തന്നെ നല്ല രസമായിരുന്നു അല്ലേ? വണ്ടി വന്നപ്പോ തന്നെ പറയാൻ വാക്കുകളില്ല എന്നൊക്കെ. നല്ല രസമായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. സൂപ്പറാണ്. ആൻസി ചേച്ചി എന്തി എന്ത് രസമൊക്കെ. അപ്പഴവിടെ പോയപ്പോ എന്റെ ഇത് മൊബൈൽ മുഴുവൻ നനഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല. എന്താ ഇഷ്ടമായോ എല്ലാം? ഇതാണ് സിയാദ് ഇത്ര നേരം വ്ലോഗിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒളിച്ചിരിക്കാൻ. മൂന്നാർ കാണിക്കാൻ. അതെ, ഞാൻ കാണിച്ചു തരാം. ഭീകര നന്നായിട്ട് ചേരും ഈ പാട്ടതിന്. ഇത് ഇതിന്റെ പൊക്കത്തൊന്നും കയറി. ഇതിന്റെ താഴെ ഒരു കുഞ്ഞു പാട്ട്. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് ഇത് കണ്ട് സൈഡിന്നുള്ള വ്യൂ കണ്ടിരിക്കാണ്. ഇതാണ് സഞ്ജു. ഇത്ര നേരം സഞ്ജു സോറി പെട്ടെന്ന് വരില്ലേ. ഇത്ര നേരം നമ്മുടെ വ്ലോഗൊന്നും ഇല്ലായിരുന്നു. ഇവരൊക്കെ വേറെ ജീവിതത്തിലാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒന്നും നനയാണ്ട് എക്സ്പീരിയൻസ് ആണ് ഇത്. നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം. പറഞ്ഞറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇതാണ് ഞങ്ങളുടെ സാറ്. അപ്പുറത്തുണ്ടോ?
നനഞ്ഞ് പിന്നെയും നനഞ്ഞ് അതിനേക്കാളും നനഞ്ഞ് നമ്മളിപ്പോൾ വണ്ടിയിൽ കയറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എവിടെ പോകണമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, എവിടെയാണെങ്കിലും നമുക്ക് പോവാം. ഇത്ര മഞ്ഞില്ലായിരുന്നു, പക്ഷെ ഇവിടെ നല്ല മഞ്ഞുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും സെക്കൻഡ് എത്തിരിക്കുകയാണ് ഗൈസ്. റെഡ് വെട്ടി പാക്കറ്റാണ് അടിപൊളി വിടാം. ഇനി എങ്ങോട്ടേക്ക് നമ്മൾ മറിയൂർ ശർക്കര ഫേമസ് ആയിട്ടുള്ള മറിയൂർ ശർക്കര വാങ്ങിക്കാനായിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് നാളെ കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ കാണിച്ചത് അതിന്റെ വീഡിയോ. അപ്പൊ നമുക്ക് ശർക്കര വാങ്ങിയതിന് മുമ്പ് നമുക്ക് ജ്യൂസ് കുടിക്കാം. ജ്യൂസ് ഹെൽത്തിയാണ്. ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, അതുകൂടി നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ അത് കാണിക്കുന്നതാണ്. ഇതാണ് മറിയൂർ ശർക്കര കട, ശർക്കര ഫാക്ടറി. തണുപ്പ് ശർക്കരയുടെ സാമ്പിൾ അവര് തന്നിട്ടുണ്ട്. എനിക്കൊക്കെ താ കുറച്ച്. ഇതാണ് മറിയൂർ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല. ഇതിന്റെ ഉള്ളിലത്തെ കാണിച്ചു തരാവേ. അവിടെ നിന്ന് അങ്ങനെ ചെയ്ത് പൊടിച്ച് പാക്ക് ചെയ്തും പൊടിയായിട്ടും കിട്ടും, വട്ടത്തിന് ഇതായിട്ടും കിട്ടും. ആപ്പിള് പൂതേ അപ്പൊ ഇപ്പൊ നമ്മളൊരു വ്യൂ പോയിന്റിലേക്കാണ് എത്തിയേക്കണത്. തണുപ്പ് മഞ്ഞായതുകൊണ്ടൊന്നും കാണത്തില്ല. നല്ല തണുപ്പാണ് ഗൈസ്. നല്ല ചൂട് ചായയും പറ്റിയിട്ട് അതെ സൂപ്പറായിരിക്കും ഈ സമയം. ഞാൻ ആദ്യം വിചാരിച്ചു മൂന്നാറ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഇത്തിരി മടിയായിരുന്നു. ഞാൻ വന്നില്ലാന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പൊ സാറും എല്ലാരും പറഞ്ഞു എന്നോട് വരാൻ. എല്ലാരും എന്നെ നിർബന്ധിച്ചു. അപ്പൊ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. സോ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ വന്നു. നല്ല രസമുണ്ട്. ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടേ ഇല്ല. അപ്പൊ മറിയൂര് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ബ്ലോഗ് കളയാനായിട്ട് കുറെ പേര് പറഞ്ഞിട്ടില്ല. ശരി, നമ്മള് ചായ കുടിക്കാൻ ശരി തന്നെ തിന്നുവാണ്. ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കയറിയേക്കുവാണ്. നല്ല ചൂട് ചായയും മഞ്ഞത്തും തണുപ്പത്തും നല്ല ചൂട് ചായ നമ്മുടെ കയ്യിൽ കിട്ടിയാണ്. ഈ തണുപ്പത്ത് മഞ്ഞത്ത് മഴയത്ത് ചൂട് ചായ. അപ്പൊ നമ്മള് എല്ലാം കഴിച്ചിട്ട് വണ്ടി കയറി. ഇതോടെ കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു. നമ്മളിനി തിരിച്ചു പോകാൻ പോണ്.
കഴിക്കാൻ വന്നു. അപ്പോൾ രാവിലെ കഴിച്ച അതേ സെയിം സ്ഥലത്താണ്, പക്ഷേ റെഡി ആയിട്ടില്ല. നോക്കാം. കണ്ണൊക്കെ നിറഞ്ഞിപ്പോ ഒരാള് അപ്പൊ നമുക്ക് ബിരിയാണി കിട്ടി. വീണ്ടും മറിയൂ ബിരിയാണി. ഞങ്ങൾ ആദ്യമേ വന്നു വാങ്ങിച്ചിട്ട്. എങ്ങനെയുണ്ട്? ചോറാണോ? ചോറ് എങ്ങനെയുണ്ട്? ചോറ് ഒരു രക്ഷയില്ല. ഞാൻ ചിക്കൻ 65 ഉണ്ട്, സാമ്പാറുണ്ട്, അരിയുണ്ട്, ക്യാബേജുണ്ട്. ചാട്ടം കാണാൻ വേണ്ടിട്ട് വന്നേക്കുവാണ്. നമ്മള് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ എന്തോ ടോക്കൺ എടുക്കണോന്നൊക്കെ പറയുന്നത് അല്ലേ? എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയായിരുന്നു? നമ്മളൊരു മൈൻഡില്ലേ പുതിയ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയപ്പോ? ഏത് പുതിയ ഫ്രണ്ട്സ്? എനിക്ക് ആദ്യം പുതിയ ഫ്രണ്ട് പുതിയ ഫ്രണ്ട് ഇന്നലെ പരിചയപ്പെട്ടോ ഞങ്ങളെ രണ്ടുപേരും. അയ്യോ ചായ. പക്ഷെ ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടും ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന കൂട്ടുന്ന ഫീലാണ്. നമുക്കപ്പോൾ ഉള്ളിൽ പോയിട്ട് നോക്കാം ഗൈസ്. നമ്മൾ പറഞ്ഞ വാട്ടർഫോൾസ്. ഇത് എന്ത് വാട്ടർഫോൾസ് ആയിരുന്നു? നമ്മുടെ ലക്കം വാട്ടർഫോൾസ്. വാട്ടർഫോൾസിലാണ് നിൽക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ വർത്താനം പറയാം. ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് വെള്ളം നിറച്ച് വെള്ളമാണ്. വെള്ളം കാണിച്ചു കൊടുത്ത എല്ലാവരും. പിന്നെ ഇവിടെ ഇതാണ് മറ്റേ മോഹൻലാലിന്റെ പറമ്പ്. തോട്ടം നടത്തുകാരി. ഇതാണ് 100 ഏക്കറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഞാൻ തീർത്താൻ കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയും അതിലുപരി അപ്പൊ നല്ല രസല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടായോ? നിങ്ങൾക്ക് ഇഷ്ടായത്? നല്ലല്ലേ? എനിക്ക് ഇഷ്ടായിട്ടോ. അപ്പൊ താഴെ കുറച്ച് ഫോട്ടോ ഞാൻ കയറി വന്നപ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് താഴെ പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ട് നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് വാട്ടർഫോൾസ് കണ്ടിറങ്ങി. ഇനിയിപ്പോ നേരെ മൂന്നാർ പോയിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് അടിമാലി ചെന്ന് ക്യാമ്പ് ഫയർ കൂടിയിട്ട് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക്. ഞാൻ ഹോസ്റ്റലിലേക്ക്. അവര് ഹായ് ഗൈസ്, നിങ്ങൾക്ക് അറിയാമോ ഈ വ്ളോഗർ ഏറ്റവും വലിയ സത്യസന്ധതയാണ്. അതുകൊണ്ട് എനിക്കിപ്പോ ലൈസ് മേടിച്ചു തരും. ഇതാകുമ്പോ എന്തായാലും വാങ്ങിച്ചു തരുമല്ലോ എന്നല്ലേ? ശരി, ഓക്കെ. പാവല്ലേ വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, വാ വാങ്ങിച്ചു തരാം. എന്തായാലും ചോദിച്ചല്ലേ? ഞാൻ അത്രയും നല്ലവളാന്നാണോ വിചാരം? എന്നാ അങ്ങനെ വിചാരിക്കണ്ടോന്നൊക്കെ. ഓക്കെ, വായോ. ഏതാ വാങ്ങിച്ചോ? ഗൈസ്, എനിക്ക് ലൈസ് മേടിച്ചെന്ന് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ? അത്രയ്ക്ക് നല്ല മനസ്സുള്ള ഒരാളാണ്. സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ നമ്മൾ. എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ബസ് ഹോട്ട് റോഡ്. അപ്പൊ ഞാന് എല്ലാരെയും പരിചയപ്പെടുത്തി തരാമേ. നമ്മുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ടോ വല്ലതും? നമ്മളങ്ങനെ നൈറ്റ് വരെ ആക്കിയേക്കാണ്. ഇനി നമ്മൾ ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി അവിടെ ഒന്ന് കയറി പർച്ചേസ് ചെയ്ത് എല്ലാവരും ഷോപ്പിംഗ് ചെയ്ത് പതിയെ ഇനി ഇവിടുന്ന് നേരെ അടിമാലിയിലേക്ക് ആണ് പോകുന്നത്. ഫുഡ് കഴിക്കാനായിട്ട്. മെയിനായിട്ട് ഞങ്ങൾ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ടാണ് പോകുന്നത്. നമുക്ക് പോയിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ വണ്ടി ഓടിച്ച് നമ്മുടെ ചേട്ടനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചേട്ടന്റെ പേര് നമുക്ക് ചോദിക്കാം. ഹായ്. ഹായ്, ഹലോ. പേരെന്താ ചേട്ടന്റെ? ആൽബിൻ. ആൽബിൻ ചേട്ടനാണ് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ചേട്ടനാണ്, പാവം ചേട്ടനാണ്. അപ്പൊ നല്ല കമ്പനി, നല്ല വൈബുള്ള ചേട്ടനാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് തരും. അടിപൊളി അടിപൊളിയാണ്. കണ്ണടയൊക്കെ വെച്ച് കാണിക്കേ.
നമ്മുടെ പേര് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ അബ്ബാൻകുട്ടൻ ഫോളിയാണ്, നമുക്കൊന്നും പറയാനില്ല. സൂപ്പർ. പക്ഷെ നമുക്ക് പച്ച പാട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പൊളിക്കാം. നമ്മുടെ ഹോട്ട് റോഡ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. ബൈ. അപ്പം മധുരം കൂട്ടി ഒരു കോഫി കുടിക്കാൻ ഞാൻ മധുരൻ്റെ ഇവരൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയപ്പോ അപ്പൊ നമ്മള് കോഫി കുടിക്കണത് ടേസ്റ്റി. ഡാൻസ് ആയിരുന്നു ഇത്ര നേരം. ഓക്കെ, ഫുഡ് കഴിക്കാൻ കഴിച്ചു. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കണത്. അപ്പം നമുക്ക് പൊറോട്ട, പിന്നെ മന്തിയുടെ റൈസ് അല്ലേ അതും, പിന്നെ ചിക്കൻ കറി, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് മാത്രമേ എടുത്തുള്ളൂ. കഴിക്കാം. ഞാൻ ഡാൻസും കളിച്ച് മടുത്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് DJ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമുക്ക് ഇത്ര പറയില്ല, പേര് പറയും. എന്റെ പേര് ഐഷ എന്നാണ്. ഐഷ നമ്മുടെ പേര് കുൽസു എന്നാണ് ഗൈസ്. എന്റെ പേര് ഐഷ. ക്യൂട്ട് ഗേൾ, പാവാണ് ഗൈസ് എന്നൊക്കെയാ പറയണത്. അതെ അതെ ഗൈസ്, പാവാണ് അന്വേഷണം. നമുക്ക് ഇവിടെ നോക്കാം. എല്ലാരെയും വായിച്ചോടും. അയ്യോ, തീ പിടിച്ച് വന്നിട്ടില്ല കേട്ടോ. തീ പിടിച്ചോളും പതുക്കെ. പള്ളിയുടെ ചുണക്കൊട്ടികൾ ഉണ്ടായിക്കോളൂ. ഹലോ ഗായ്സ്, ട്രിപ്പ് കഴിയാറായി. ഞങ്ങള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരിമംഗലം എത്താറായി. അടിമാലി ഫുഡ് കഴിച്ച് ഒരു ക്യാമ്പ് വരെ ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര മിസ്, ഞങ്ങൾ ലാസ്റ്റ് മൂമെന്റിലോട്ട് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ബാക്കി ഒരു രക്ഷയില്ല. ഇതുപോലെ അടുത്ത് കിട്ടണോ ഒരു സംശയമാണ്. ഞാനില്ലായിരുന്നെങ്കിൽ
എന്തായിരിക്കും അവസ്ഥ അത് പറയും. വല്ലാണ്ട് മിസ് ചെയ്തേനെ. മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. എനിക്ക് അത്ര പറയാം. എനിക്കിത് കാണാം. എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പൊട്ടിക്കണം, ഇതിലെല്ലാം പരമാവധി ലൈക്ക് കാണുന്നവര് കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഞങ്ങളുടെ ഹാപ്പിനെസ്സാണ്. ഞങ്ങളുടെയും ഇവരുടെയും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിൽ അവിടെ എത്തിക്കുന്നതാണ്. തുടർന്നും അവൾക്ക് നിങ്ങൾ പ്രചോദനം ഇതൊക്കെ പ്രോത്സാഹനം കൊടുത്താലാണ് നമുക്ക് അതിനുള്ള അറിവും കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. പരമാവധി എന്നെ കൊണ്ട് തോറ്റു. ഇനി എന്നെ കണ്ടെന്ന് വരില്ല. ഞാൻ എല്ലാരെയും കാണിച്ചു തരാം. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാണ്. ടൂർ കഴിഞ്ഞു. നല്ല ഉറക്കമൊക്കെ ആയിരുന്നു ലാസ്റ്റ്. യെസ്, അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. എല്ലാവരും പോവാണ്. ചേട്ട ബേക്കെ പറഞ്ഞു. ഓക്കെ, ബാക്കി നാളെ പറയാം. നാളെ വട്ടവും നമ്മള് ഇപ്പോൾ കാക്കനാടാണ്. ഞാനിപ്പോൾ കാക്കനാടാണ്. ആൻസി ചേച്ചിയുടെ വീട്ടിൽ സ്റ്റേ ഇന്ന് രാത്രി. കാരണം ഇനിയിപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ കയറാൻ പറ്റത്തില്ല ഈ സമയത്ത്. സോ ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്യും. എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയി. നല്ലൊരു ട്രിപ്പായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് ഞാൻ ആൻസി ചേച്ചിയുടെ വീട്ടിലാണ്. ആൻസി ചേച്ചി എനിക്ക് സാൻഡ്വിച്ചും ചായയൊക്കെ ഉണ്ടാക്കി തന്നു. പാവം. ഞങ്ങൾ ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. യെസ്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക്